രാവിലെ തന്നെ ഞാനും അവി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഓഫീസിലേക്കും അവി നഴ്സറിയിലേക്കും. എനിക്ക് എല്ലാ ക്വാർട്ടറിലാണ് ടീം മീറ്റിംഗ് വരുന്നത്. അതും ഏതെങ്കിലും ഒരു വ്യാഴാഴ്ച ആയിരിക്കും ടീം മീറ്റിംഗ് വരുന്നത്. ഞാൻ വ്യാഴാഴ്ച പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം തിരിച്ച് വീട്ടിലെത്തത്തുള്ളൂ. അങ്ങനെ അജയ് ചേട്ടനോടും അവിയോടും ടാറ്റ ബൈ ബൈ പറഞ്ഞ് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക്. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴത്തേക്കും എൻ്റെ ട്രെയിൻ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, എൻ്റെ കൊളീഗ്സ് ഉണ്ട് എൻ്റെ കൂടെ. ഞങ്ങൾ നേരെ പോയത് ലണ്ടനിലേക്ക്. കാരണം ഈ പ്രാവശ്യം ടീം മീറ്റിംഗ് നടക്കുന്നത് ലണ്ടനിലായിരുന്നു. എൻ്റെ ടീം മീറ്റിംഗ് നടക്കുന്നത് ഓരോ പ്രാവശ്യം ഓരോരോ സ്ഥലത്ത് വെച്ചാണ്. ഇനി ലണ്ടനിലാണെങ്കിൽ തന്നെ പല പല മീറ്റിംഗ് സ്പോട്ടിൽ വെച്ചിട്ടായിരിക്കും ടീം മീറ്റിംഗ് നടക്കുന്നത്. ഈ പ്രാവശ്യം ഞങ്ങൾ പോയത് നല്ല അടിപൊളി വെറൈറ്റി ലുക്കുള്ള ഒരു ടീം മീറ്റിംഗ് റൂമിലേക്കായിരുന്നു. അങ്ങനെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഹോട്ടലിൽ ചെക്ക് ഇൻ എല്ലാം ചെയ്ത് കുറച്ചേറെ റെസ്റ്റ് എടുത്ത് ഞങ്ങൾ നേരെ പോയത് ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് ഡിന്നർ കഴിക്കാൻ വേണ്ടി. അങ്ങനെ നല്ലൊരു അടിപൊളി ചൈനീസ് റെസ്റ്റോറൻറ്റിലായിരുന്നു ഞങ്ങളുടെ ഡിന്നർ. അവിടുന്ന് ഡിന്നറെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് വേറൊരു പബ്ബിലേക്കായിരുന്നു. അവിടെ കുറച്ച് നേരം ചില്ലൊക്കെ ചെയ്ത് ഞാനും എൻ്റെ കുറച്ച് കൊളീഗ്സും കൂടെ നേരെ തിരിച്ച് ഹോട്ടലിലേക്ക് പോന്നു. അപ്പോൾ ഇന്ന്